പൂപ്പൊലി കാണാൻ വേണ്ടി വയനാട്ടിലേക്ക് രാവിലെ തന്നെ ബൈക്കുമായിട്ട് ഇറങ്ങിയപ്പോൾ കേട്ടോ ഈ രണ്ടാം വളവിൻ്റെ അടുത്ത് കുറേ പോലീസുകാരും ഒരു ക്രെയിനും ഒക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ താഴെ ഇങ്ങനെ നോക്കി പോയി നോക്കുന്ന താഴെ ഒരു താറ് കിടക്കുന്നു പൊളിഞ്ഞിട്ടെല്ലാം കൂടി. സംഭവം നോക്കുന്ന സമയത്ത് രാവിലെ എവിടുന്നോ ചുരമിറങ്ങി വരുന്ന സമയത്ത് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ട് അവിടെ എന്തോ സംഭവിച്ചെന്നറിയില്ല, നേരെ താഴെ നമ്മളവിടെ നിർത്തി സൈഡാക്കി നോക്കുന്നേരം ക്രെയിന് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ഇതിൻ്റെ ക്രെയിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരുടെ ബെൽറ്റ് ഇടാണ് ഇതിങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ച് ഒന്ന് നോക്കിയിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകാൻ വിചാരിച്ച് അവിടെ നിന്ന് വണ്ടിയൊക്കെ സൈഡാക്കി അവിടെ നിന്ന്. അപ്പോൾ വേറൊരു വണ്ടി പോലീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്നിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കിട്ടും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈങ്ങാപ്പുഴയുള്ള രണ്ടാൾക്കാർ, ഈങ്ങാപ്പുഴ കൈതപ്പുഴയിലുള്ള രണ്ടാൾക്കാർ അവിടെ രാവിലെ വയനാട് ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് എന്തോ സംഭവിച്ചിട്ട് താഴെ പോയി എന്നാണ് പറഞ്ഞത്. ഏതായാലും അവർ ചാടി അങ്ങനെ രക്ഷപ്പെട്ടത് വലിയ പരിക്കൊന്നും ഇല്ലാണ്ട് മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അവരെടുത്ത് എന്തോ സാധനം കിട്ടിയെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ഊഹാപോഹങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഏതായാലും വണ്ടി ഇങ്ങനെ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു സമയത്ത് ചുരത്തിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ വണ്ടിയും ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും അവർ റോഡിൽ നിന്ന് സാധനം വലിച്ചെടുക്കാമെന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മളൊന്ന് കണ്ടു നോക്കാം. നല്ല തിരക്കുണ്ട് റോഡിൽ. രാവിലെ ഒരു 11:30-12 മണിയോടെ അടുത്ത് കിട്ടും സമയം. അപ്പോൾ അത്യാവശ്യം വയനാട്ടിൽ പൂപ്പൊലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതും കൊണ്ടൊക്കെ നല്ല തിരക്കുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ വയനാട്ടിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ലൈന് എവിടെയോ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം പൊക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അടിവാരത്തൊക്കെ എത്താൻ ലൈനെന്ന് തോന്നുന്നു. അത്രയും വണ്ടികൾ നല്ല തിരക്കുണ്ട്. ക്രെയിന് ഏകദേശം ആ വളവ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഒരു എയിമൊക്കെ ഒരു നോക്കുന്നുണ്ട്. നിലവിൽ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇതിപ്പം വണ്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെറിയ വണ്ടികളൊക്കെ പാസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. വലിയ വണ്ടികളൊക്കെ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇത്രയും അടി എനിക്ക് തോന്നുന്നു ഒരു 200-250 അടി താഴ്ചയിലേക്കട്ട വണ്ടി മറിഞ്ഞെന്ന് തോന്നുന്നുണ്ടോ. ഭാഗ്യം കൊണ്ടായിരിക്കും പരിക്കില്ലാണ്ടൊക്കെ രക്ഷപ്പെടും. പിന്നെ അവിടെ കാടും പടലിയൊക്കെ ആയതുകൊണ്ട് മെല്ലെ മെല്ലെ ആയിരിക്കും വണ്ടി പോയിട്ടുണ്ടാകാൻ തോന്നുന്നു. പക്ഷേ വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. നല്ല പരിക്കുണ്ട്. വണ്ടി ഒന്നരി ചപ്പി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഏകദേശം ബെൽറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്രെയിന് വിളിച്ചിട്ടുണ്ട്. ക്രെയിൻ ഇനി വന്ന് താഴേക്ക് ഇറക്കി നോക്കണം. എങ്ങനെയാണ് ഇറങ്ങുക, പൊന്തി പോരുക ഒന്നും അറിയില്ലല്ലോ. ഒരുപാട് താഴെയാണ്, കുറച്ച് ദൂരവും ഡിസ്റ്റൻസ് ഉണ്ട്. റോഡും വന്നൊരു 100 മീറ്ററോളം വീതിയിൽ പുറത്തേക്ക് ഉണ്ടല്ലോ. വേണ്ടത്ര പോലീസുകാരും കാര്യങ്ങളൊന്നും ഇല്ല. 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പോൾ അവിടെ എങ്ങനെ ആ ബ്ലോക്ക് ആകുമ്പോൾ എന്താവും അവസ്ഥ ഒന്നും അറിയില്ല. ചിലപ്പോൾ വലിയ തിരക്കില്ലെണ്ണം കഴിച്ചിലാവും. പെട്ടെന്ന് വിചാരിച്ച പോലെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വിചാരിച്ച പോലെ ഇങ്ങനെ അങ്ങ് പോരുകയാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് കഴിച്ചിലായി കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് അങ്ങനെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ. ക്രെയിൻ്റെ സാധനങ്ങൾ താഴേക്ക് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. 2 ചെറിയ വലിയ പ്രായമൊന്നുമില്ലാത്ത ചെക്കന്മാരാണെന്നാണ് കേട്ട്. ഏതായാലും സാധനം വല്ല കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇതിലിത് പൊക്കിയെടുക്കുന്നത്. ഈ വണ്ടിയിൽ ബാക്കി സാധനം ഉണ്ടോ എന്താ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പോലീസ് താഴെ മേലെയൊക്കെ ഉണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ അകത്ത് അവിടെയൊക്കെ നോക്കുന്നുണ്ട്, നിലത്ത് വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ. ആളുകളൊന്നും കൂടി തുടങ്ങിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് അറിയാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഏകദേശം ക്രെയിൻ്റെ ഹൂക്ക് വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെൽറ്റ് വണ്ടിമ്മ കുടിക്കുക, ബെൽറ്റ് അതിമ്മ കുടിക്കിയിട്ട് നേരെ പൊക്കിങ് എടുക്കുന്ന പണിയുള്ളൂ. പക്ഷേ വിലയും കൂടെ പോരുകയാണെങ്കിൽ
ബ്ലോക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആൾക്കാരങ്ങനെ കൂടിയിട്ടുണ്ട്. കുറേ ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ മാറ്റുന്നത്. നമ്മളേതായാലും വെറുതെ ഒന്നുമില്ല, വണ്ടി വിടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഈ കല്ലും കാര്യങ്ങളൊക്കെ അവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്ത് ബാക്കിൽ ക്രെയിൻ്റെ ബാക്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ വഴിക്ക് വണ്ടി വിടാനുള്ള പ്ലാനിലാണ് അവർ. താഴെ ബെൽറ്റ് ഏകദേശം അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് കൊളുത്തിയാൽ നല്ല പൊക്കിയെടുക്കാനുള്ള മിലേക്കാണെങ്കിൽ, പക്ഷേ പറയാൻ പറ്റില്ല എന്താവും അവസ്ഥ. പൊങ്ങി കിട്ടണമല്ലോ, ഇത്രയും താഴ്ചയിലാണല്ലോ. അവരേകദേശമൊക്കെ സെറ്റായി കൊടുക്കും. അല്ല കാക്കള വീണ് പഠിച്ചിറങ്ങാൻ പറ്റിയില്ല. ആ ടയർമേലട ചവിട്ടിയാൻ തോന്നുന്നു. അടിയിലെത്തി പോയിരുന്നു. അല്ലാതൊരു കഷ്ടപ്പാട് തന്നെ. കണ്ടോ വണ്ടി കൊണ്ട് തള്ളിയിട്ട് വലിയ പാവപ്പെട്ട വലിയ അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. പ്രായമുള്ളൊരു കാക്കയാണത്. പറ്റിയില്ല എന്ന് വിചാരിക്കുന്ന അവരൊക്കെ ഇറങ്ങുന്നത് അതാ കണ്ടില്ലേ. എന്താ ചെയ്യലേ. പിടിച്ച് കയറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പരിക്കൊന്നും പറ്റിയില്ല, ചെറുതായിട്ട് വീണിട്ടുള്ളൂ. എല്ലാം കൂടി ഇപ്പം കയറി പോന്നിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല തോന്നുന്നു, കണ്ടില്ലേ. ഏതായാലും അതിൻ്റെ ക്രെയിനിൻ്റെ ഹൂക്കും കൂടെ താഴേക്കും കൂടെ എത്തുന്നില്ല. വണ്ടികളൊക്കെ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളിത് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്.
നല്ല പൊങ്ങി തുറന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് വരണം ഇനിയിപ്പോൾ. അയ്യോ, ഇതിൻ്റെ കൂടെ ഒരു മരത്തിൻ്റെ എന്തോ കൊമ്പൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്, അതൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. പോരട്ടെ പോരട്ടെ, ഓലൈസ ഓലൈസ എന്ന് പറഞ്ഞിട്ട് പൊക്കുന്നുണ്ട് അവർ. അത് വരുന്ന കാടും പള്ളിയും മൊത്തമാണല്ലോ പൊന്തിയിരുന്ന, വണ്ടി മാത്രമല്ല. വണ്ടീൻ്റെ കൂടെ വലിയൊരു മരവും പൊരിഞ്ഞ് പോയിട്ടുണ്ട്. ആ വേരൊക്കെ മണ്ണടക്കാതെ പോയിരുന്ന ആ വണ്ടീൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് ആ മരം. ഏതായാലും പൊന്തുന്നുണ്ട് നല്ല. ഏകദേശം റോഡിൻ്റെ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ലോണം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കണ്ടില്ലേ, വണ്ടി ഫ്രീ ആയിക്കട്ടെ. ആ മരം അങ്ങനെ തന്നെ അങ്ങ് പൊരിഞ്ഞിങ്ങ് പോകുന്നതാട്ടോ ജീപ്പിൻ്റെ കൂടെ. കുറേയൊക്കെ കാടും പള്ളിയൊക്കെ ഒഴിഞ്ഞു. പക്ഷേ ആ വലിയ മരത്തിൻ്റെ പോലെയുള്ള ആ തൈ ഇങ്ങോട്ട് പോകുന്നില്ല, അതിന് തന്നെ കുടുങ്ങി കിടക്കണം. അതിപ്പം കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്തോ വാളെടുക്കാൻ വേണ്ടി ആൾ പോയിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം പുറത്തേക്ക് എടുക്കാൻ. നമ്മളൊന്ന് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി അവരുടെ കൂടെ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
മരം മുറിക്കുന്ന ആൾ കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട്. ഓരോരോ പീസാക്കിയിട്ട് എടുത്ത് പുറത്തേക്ക് ഒഴിവാക്കുക, ഫ്രീ ആയി കിട്ടാൻ വേണ്ടി. അതിനെ പൊക്കി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി നേരെ. ഭയങ്കര റിസ്ക് തന്നെ കേട്ടോ അവർ ചെയ്യുന്ന പണി കണ്ടില്ല. അത്രയും ബാലൻസ് ഇല്ലാണ്ട് അവർ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. പക്ഷേ പീസാക്കി അങ്ങനെയല്ലേ വെൽറ്റിനെ ഞാൻ ഈ പറഞ്ഞ താഴെ നല്ല പീസാക്കിയിട്ട് ഒഴിവാക്കും. ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് ഒഴിവാക്കും. അവിടെ ഇറങ്ങിയിട്ടേ ആ സ്ഥലത്തൊന്നും നോക്കി. ഏകദേശം ഒരു മണിക്കൂർ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇതാണ് വണ്ടി ഏകദേശം റോഡിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. പോയ കോലത്തിലൊന്നുമല്ല തിരിച്ച് ഒന്നും കണ്ടില്ല. 4 ടയർ മാത്രമേ ഉള്ളൂ അതേ പൊസിഷനിൽ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്, ചപ്പിളേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ആയി. റോഡെല്ലാം ബ്ലോക്കാണ്. താഴെ കയറി ഒരുപാട് ലൈനായിട്ടുണ്ട്. തിരിച്ച് ആ ഒരു ഗ്യാപ്പുള്ള സ്ഥലം വെച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് ചെയ്യുന്നത്.
കണ്ടില്ല, ഇതാണ് ആ ജീപ്പിൻ്റെ ഒരു അവസ്ഥ. തവിട്ട് പൊടിയൊക്കെ ചപ്പിപ്പോയിട്ടുണ്ട്. അത്രയും കുഴപ്പമില്ല, ഒരു 200-250 അടി താഴെ നമുക്ക് കിട്ടും. അപ്പോൾ ടയർ മാത്രം എന്ത് കാര്യമില്ല, ടയർ ആവശ്യമൊക്കെ മൊത്തമായി പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി പരിശോധിക്കാൻ ഉണ്ടാവും. കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സ്റ്റേഷനിൽ പോയിട്ട് എങ്ങനെ അറിയില്ല, കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല വിഷയം. ഏതായാലും നമ്മളെ വഴിക്ക് പോകാനുള്ള പരിപാടി നോക്കട്ടെ. ഉപ്പലി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്, അതേപോലെ മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ട്രെയിന് റോഡിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ വണ്ടി കയറിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ KSRTC ഒക്കെ ഒരുപാട് ട്രെയിൻ. ഏതായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പാണുള്ള പരിപാടി തുടങ്ങി. ബ്ലോക്ക് കൂടി നമ്മൾ കഴിച്ചില്ലാവില്ല. വണ്ടി ഏകദേശം ആ മുകളിലൊക്കെ കൊണ്ടുവച്ചു. ഏതായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മളൊന്ന് പോയി ഓക്കെ. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരെ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനൊന്നും മറക്കല്ലോ കേട്ടോ.